Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina man yahdihillahu fala mudilla lahu wa man yudlilhu fala hadiya lahu wa nashhadu an la ilaha illallah wahdahu la sharika lahu wa nashhadu anna Muhammadan abduhu wa rasuluhu arsalahu bil huda wa dinil haqq liyudhhirahu ala ad-dini kullihi walau karihal musyrikun. Allahumma salli ala Muhammadin wa ali Muhammad kama sallaita ala Ibrahim wa ala ali Ibrahim wa barik ala Muhammadin wa ala ali Muhammad kama barakta ala Ibrahim wa ala ali Ibrahim fil alamin innaka Hamidum Majid. Amma ba'du fa inna khairal hadithi kalamullah wa khairal hadi hadi Muhammadin sallallahu alaihi wasallam wa sharral umuri muhdathatuha wa kullu muhdathatin bid'ah wa kullu bid'atin dalalah. Ayyuhal ikhwan wal akhwat, usikum wa iyaya awwalan bitaqwallah. In uridu illa al-islaha mastata'tu wa ma tawfiqi illa billah alayhi tawakkaltu wa ilayhi unib. Qala Allahu ta'ala fil Qur'anil Majid. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. Iqra' bismi rabbikal ladzi khalaq. Khalaqal insana min 'alaq. Iqra' wa rabbukal akram alladhi 'allama bil qalam 'allamal insana ma lam ya'lam. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കേട്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് അഹമ്മദാബാദിൽ നടന്ന വിമാന ദുരന്തം. 270ഓളം പേരാണ് ആ ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞത്. ആദ്യമായി നാം അവർക്ക് വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അവർക്ക് മരണപ്പെട്ട എല്ലാവർക്കും അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ കുടുംബങ്ങൾക്ക് അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നലെ വായനാ ദിനമായിരുന്നു. ജൂൺ 19 വായനാ ദിനമാണ്, ലോക വായനാ ദിനം. വായന എന്നത് വളരെ അധികം ഗൗരവപ്പെട്ട ചിന്തകൾ അർഹിക്കുന്ന ഒന്നാണ്. വായിക്കാത്തവൻ മുസ്ലിമല്ല. ഖുർആൻ്റെ ആദ്യ കൽപ്പനയാണ് വായന. ഇഖ്റ, ഒരു കൽപ്പനാ രൂപത്തിലാണ് നീ വായിക്കുക എന്ന് പറഞ്ഞ് ഖുർആൻ അവതരിക്കുന്നത്. വായനയ്ക്ക് ഒരുപാട് രീതികളുണ്ട്. നമ്മൾ വായന എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന വായന തന്നെയാണ് അതിൻ്റെ ഒന്നാമത്തെ രീതി, അക്ഷരവായന, പുസ്തക വായന. ഇസ്ലാം വായനയ്ക്ക് ഒരു പരിധിയും നിശ്ചയിച്ചിട്ടില്ല. ലോകത്തൊരുപാട് വായനകളുണ്ട്. വായനയിൽ നിന്ന് നാം എത്ര അകലുന്നോ അത്രയും നാം അറിവിൽ നിന്നും സംസ്കാരങ്ങളിൽ നിന്നുമാണ് അകലുന്നത്. ഫിലോസഫികൾ, കഥകൾ, നോവലുകൾ, ജീവശാസ്ത്രം, അതേപോലെ ഒരുപാട് വായനകൾ. ഒരു പരിധിയും നിശ്ചയിക്കാത്തതാണ് വായന. മനഃശാസ്ത്രം, ശാസ്ത്ര സാങ്കേതികം എല്ലാം വായനകളിൽ പെടും. അങ്ങനെ വായനയുടെ ലോകം വളരെ വിശാലമാണ്. ഖുർആനോ ഇസ്ലാമോ പ്രവാചകനോ ദൈവമോ ഒരു പരിധിയും അതിന് ഏർപ്പെടുത്തിയിട്ടില്ല. ഇതിൻ്റെയൊക്കെ പരിച്ഛേദങ്ങൾ നമുക്ക് ഖുർആനിൽ കാണാൻ കഴിയും. ഖുർആനൊന്ന് എടുത്തു നോക്കിയാൽ നമുക്കറിയാം, സൂറത്ത് യൂസഫ് നല്ലൊരു നോവലാണ്. സൂറ ഇബ്രാഹിം നല്ലൊരു ജീവചരിത്രമാണ്. സൂറത്തുൽ കഹ്ഫ് കഥകളുടെ സമാഹാരമാണ്. സൂറ ഹുജറാത്ത്, ഞാൻ ചില ഉദാഹരണങ്ങൾ മാത്രം പറയുന്നുള്ളൂ. സൂറ ഹുജറാത്ത് ബിഹേവിയറൽ സയൻസിൻ്റെ ഒരു സമാഹാരമാണ്. അപ്പോൾ സൂറ യൂസഫിനെ കുറിച്ച് നമുക്ക് ഖുർആൻ അകമ്പുരൽ വരുന്നുണ്ട്. വളരെ മനോഹരമായൊരു നോവൽ, വളരെ കാവ്യാത്മകമായി എഴുതിയിട്ടുള്ള നോവൽ. നമ്മുടെ ഖുർആൻ അകമ്പുരൽ 5ാം വാള്യത്തിൽ നമുക്കത് പ്രതീക്ഷിക്കാം. അത് മാത്രമായൊരു പുസ്തകം, അതിൻ്റെ ഡ്രാഫ്റ്റ് കോപ്പി കണ്ടതുകൊണ്ട് പറയുകയാണ്, അത് മാത്രമായൊരു പുസ്തകം ആയിട്ട് ഇറക്കാനുള്ള ഒരു അത്രയും സമ്പന്നത അതിനുണ്ട്.
ഇത് ഖുർആനിൽ മാത്രമല്ല, എല്ലാ വേദങ്ങളിലും കാണാൻ കഴിയും. നമുക്ക് ഖുർആൻ കൂടുതൽ അറിയുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ ഖുർആനെ പരാമർശിക്കുന്നുള്ളൂ. എല്ലാ വേദങ്ങളുടെയും സ്വഭാവം ഇത് തന്നെയാണ്. വായന ആ തലത്തിലേക്ക് നീളേണ്ടതുണ്ട്. കേവലം മതത്തിൻ്റെ കർമ്മശാസ്ത്ര വായനയല്ല വായന എന്ന് പറയുന്നത്. പലപ്പോഴും ഒരു മതവായന, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മതവായന എന്നത് മതത്തിൻ്റെ കർമ്മശാസ്ത്രമാണല്ലോ മതമായി അറിയപ്പെടുന്നത്. കർമ്മശാസ്ത്ര വായനക്കപ്പുറം മതമുണ്ടെന്നും അത്തരം വായനകളിലൂടെയാണ് നമ്മുടെ ഇസ്ലാം, നമ്മുടെ ആധ്യാത്മികത വികസിക്കേണ്ടതെന്നുമാണ് വായനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. വായനയാണ് മനുഷ്യൻ്റെ ദൈക്ഷണികതയും അനുഭവങ്ങളെയും വികസിപ്പിക്കുന്നത്. ഒരാൾ എത്ര അളവിൽ വായിക്കുന്നോ അത്രയും അയാൾ ദൈക്ഷണികമായി, സാംസ്കാരികമായി, അറിവുപരമായൊക്കെ പുരോഗമിച്ചവനായിരിക്കും. ഇപ്പോൾ ഞാൻ കേരളത്തിൽ ജനിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് എനിക്ക് യൂറോപ്യൻ അനുഭവങ്ങളില്ല. പക്ഷെ ഞാൻ ഗബ്രിയേൽ മാർക്കിസിനെ വായിക്കുമ്പോൾ എനിക്ക് യൂറോപ്യൻ അനുഭവങ്ങളുണ്ടാകുന്നു. ഒരു അറബിക്ക് അയാളുടെ അറേബ്യൻ പരിസരങ്ങളിൽ നിന്ന് വൈക്കം മുഹമ്മദ് ബഷീറിനെയോ ഉറൂബിനെയോ വായിക്കുമ്പോൾ അയാൾക്ക് കേരളീയ അനുഭവങ്ങളിൽ ഉണ്ടാകുന്നു. അതാണ് വായന. നമ്മുടെ അനുഭവങ്ങളുടെ വികാസമാണ് വായനയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സ്കൂള് തുറന്നു. കുട്ടികൾ വലിയ പുസ്തകക്കെട്ടുകളുമായി സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. UKG LKG എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പുസ്തക ഭാരങ്ങളുമായി. ഈ UKG എന്നൊക്കെ കേൾക്കുമ്പോൾ കിലോഗ്രാം ഓർമ്മ വരുന്ന വിധത്തിലാണ് കുട്ടികളുടെ പുസ്തക സഞ്ചികൾ നമുക്ക് കാണുമ്പോൾ. പേരിട്ട ആൾ വളരെ അറിഞ്ഞ് പേരിട്ടതുപോലെയാണ് UKG LKG എന്നൊക്കെ പറയുമ്പോൾ വലിയ പുസ്തകക്കെട്ടുമാണ്. അതോടൊപ്പം അത്തരം പാഠപുസ്തകങ്ങളുമായി കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ നമുക്ക് അവർക്ക് വേറെയും ചില സംഭാവനകൾ നൽകാൻ കഴിയണം. അവർ കഥകൾ വായിക്കട്ടെ, അവർ ജീവചരിത്രങ്ങൾ വായിക്കട്ടെ, അവർ കവിതകൾ വായിക്കട്ടെ. അങ്ങനെ കൂടെ നമ്മുടെ കുട്ടികളെ, നമ്മുടെ സ്കൂൾ കുട്ടികളെ പുസ്തകങ്ങളുമായി ബന്ധപ്പെടുത്താൻ നമുക്ക് കഴിയണം. അവരുടെ അറിവിൻ്റെ പരിസരം വികസിക്കും. കേവലം ദീനിയാത്തും അമലിയാത്തും അഖ്ലാഖും വായിക്കലല്ല യഥാർത്ഥ വായന എന്ന് പറയുന്നത്. അതിനപ്പുറവും അവർ വായിക്കണം. അവരുടെ ചിന്തയുടെയും ഭാവനയുടെയും ഒക്കെ ലോകം വികസിച്ചു വരും, വിശാലമായി വരും. രണ്ടാമത്തെ ഒരു വായനയുണ്ട്, അത് മനുഷ്യനെ വായിക്കലാണ്. തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യരെ, തൊട്ടടുത്തിരിക്കുന്ന കുട്ടികളെ, നമ്മുടെ സമീപത്ത് താമസിക്കുന്ന മനുഷ്യരെ വായിക്കാൻ കഴിയാത്തവൻ എത്ര വലിയ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും പ്രത്യേകിച്ചൊരു കാര്യമില്ല. അവരുടെ കണ്ണുകളിലേക്ക് നോക്കി അവരെ അറിയൽ, അവരുടെ പ്രയാസങ്ങൾ, സന്തോഷവും സങ്കടങ്ങളും അറിയൽ, അതിന് പരിഹാരമുണ്ടാവൽ, ഇതെല്ലാമാണ് വായനയിലൂടെ വികസിക്കേണ്ടത്. കേവല വായനയല്ല അത്. മനുഷ്യനെ വായിക്കാൻ കഴിയണം. പ്രവാചകന്മാരൊക്കെ അങ്ങനെയായിരുന്നു. മനുഷ്യനെ വായിക്കാൻ കഴിയാത്ത, മനുഷ്യനെ വായിച്ചെടുക്കാത്ത ഒരാൾക്കും ഒരു വിപ്ലവവും ഇവിടെ ഉണ്ടാക്കുക സാധ്യമല്ല. പ്രവാചകന്മാരെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. പ്രവാചകന്മാരെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുക? വൈദ മദിയന അഹാഹും ഷുഐബ, വൈദ സമൂദൻ അഹാഹും സ്വാലിഹ, വൈല ആദിൻ അഹാഹും ഹൂദ. സമൂദിലേക്ക് അവരുടെ സഹോദരൻ ആ സ്വാലിഹിനെ നിയോഗിച്ചു. മദിയൻ ജനതയിലേക്ക് അവരുടെ സഹോദരൻ ഷുഐബിനെ നിയോഗിച്ചു. എന്ന് പറഞ്ഞാൽ ആ മനുഷ്യരുമായി ഇഴചേർന്ന് ജീവിക്കുന്ന, അവരുടെ പ്രയാസങ്ങൾ ഒപ്പിയെടുക്കുന്ന, അവരുടെ പ്രശ്നങ്ങൾ അറിയാവുന്ന സഹോദരങ്ങളെ തന്നെയാണ് അള്ളാഹു പ്രവാചകന്മാരായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ഉള്ളവരെ മുസ്ലിം എന്ന നാമത്തിന് അർഹരാവൂ എന്നുള്ളതാണ്. അവിടെയാണ് വായനയുടെ പ്രസക്തി. നമ്മൾ ഹജ്ജിന് പോകുന്നവരാണ്. എന്തിനാണ് ഹജ്ജിന് പോകുന്നത്? ലോകത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും അവിടെ വരുന്ന മനുഷ്യരെ കാണാൻ, കേവലം കഅബ കാണാനല്ല. അവിടെ മനുഷ്യരില്ലെങ്കിൽ ആ കഅബ വെറും കെട്ടിടം മാത്രമാണ്. ആ മനുഷ്യരെ കാണാനും അറിയാനും പഠിക്കാനുമാവണം അത്തരം തീർത്ഥാടന യാത്രകൾ നമുക്ക് സമ്മാനിക്കേണ്ടത്. മനുഷ്യരെ കൂടുതൽ അറിയുക, മനുഷ്യരിലേക്ക് കണ്ണുകൾ തുറന്നു വയ്ക്കുക, ഇതാണ് വായനയിലൂടെ നടക്കേണ്ടത്. പിന്നെ ഒരു വായനയുണ്ട്, സ്വന്തത്തെ വായിക്കലാണ്. അവനവനെ വായിക്കുക, അവനവനെ അറിയുക, ഇതൊരു വായനയാണ്. നാം എവിടെ നിന്ന് വരുന്നു,
എന്തിനു വന്നു, എങ്ങോട്ട് പോകുന്നു, ഇതൊരു വായനയാണ്. ഇതാണ് അള്ളാഹു ഖുർആനിലൂടെ ആദ്യം പറഞ്ഞത്, ഇഖ്റ, നീ വായിക്കുക, ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഈ കൽപ്പനയാണ് ഖുർആൻ്റെ ആദ്യ കൽപ്പന. പ്രവാചകനോട് അള്ളാഹു പറഞ്ഞത് അതാണ്. അല്ലാതെ ഒരു മതഗ്രന്ഥം, ഒരു വേദഗ്രന്ഥം ഇറക്കി കൊടുത്തിട്ട് അത് വായിക്കുക എന്നതല്ല. എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു, പിന്നെ കെട്ടിപ്പിടിച്ചു എന്നൊക്കെയുള്ള കഥകൾ വേറെയുണ്ട്. അതൊക്കെ നമ്മുടെ ഈ സീരീസിൽ തന്നെ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ മേഖലയിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഇത് ആണ് ഖുർആൻ്റെ ആദ്യ കൽപ്പന. വായന വളരെ പ്രധാനമാണ്. കേവലം അതൊരു വായനാ ദിനത്തിൻ്റെ മാത്രം പ്രത്യേകതയല്ല. ഖുർആനെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, ആധ്യാത്മികത സംബന്ധിച്ചിടത്തോളം വായന വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതുപോലൊരു വായനയാണ് പ്രകൃതിയെ വായിക്കുക എന്നുള്ളത്. പ്രകൃതിയെ വായിക്കാൻ നമുക്ക് കഴിയണം. പ്രകൃതിയെ വായിക്കുക എന്ന് പറഞ്ഞാൽ പൂക്കളെ, മരങ്ങളെ, ചെടികളെ, പുഴകളെ, കാറ്റിനെ, നദികളെ, തീരങ്ങളെ, മൃഗങ്ങളെ, പക്ഷികളെയൊക്കെ വായിക്കാൻ നമുക്ക് കഴിയണം. കലകളുടെയും സംഗീതത്തിൻ്റെയും വായനയുണ്ട്. തബല വായിക്കുക എന്നാണ് പറയുക. തബല വായന, വീണ വായന, വയലിൻ വായന, ഹാർമോണിയം വായന, ഇതെല്ലാം വായനകളാണ്. ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ അറിയലും അനുഭവിക്കലുമാണ്. എല്ലാ വായനയും ദൈവത്തെ അറിയലും അനുഭവിക്കലുമാണ്. ആ രീതിയിലേക്ക് വായനയെ നമുക്ക് പരിവർത്തിപ്പിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ഓരോരുത്തരും സ്വയം പരിശോധിക്കേണ്ടതാണ്. മറ്റൊരു വായനയുടെ സംസ്കാരം, ഒരു പൂർണ്ണനായ മുസ്ലിം എന്നത് വായനയുടെ വിശാല മേഖലയിലേക്ക് കടക്കുന്നവനാണെന്ന് നാം അറിഞ്ഞു. അതുകൊണ്ട് തന്നെ നാമുമായി ബന്ധപ്പെട്ടവരുടെ വായന വളർച്ചയിൽ നമുക്ക് ശ്രദ്ധയൂന്നൽ നിർബന്ധമാണ്. ഇസ്ലാമിനെ കുടുസാക്കി വളരെ ഡ്രൈ ആക്കി അവരിൽ നിന്നൊക്കെ, ആ പഴഞ്ചൻ രീതികളിൽ നിന്നൊക്കെ ആധുനിക മനുഷ്യൻ, പ്രത്യേകിച്ച് പുതിയ തലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ്. വായനയിലൂടെ മോചനം നേടിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം പിന്തിരിപ്പൻ ആശയങ്ങൾക്ക് സ്വാധീനം നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് ഇന്നുള്ളത്. ഇത് വായന വഴി മനുഷ്യൻ നേടിയതാണ്. ഈ വായന മരണശേഷവും നീളുന്നുണ്ട്. ഇഖ്റ, ഖുർആനിലൊരു പ്രയോഗമുണ്ട്, ഇഖ്റ കിതാബക കഫാ ബി നഫ്സിക്കൽ യൗമ അലൈക ഹസീബ. നീ നിൻ്റെ ഗ്രന്ഥത്തെ വായിക്കുക, ഇന്ന് നിൻ്റെ കണക്ക് നോക്കാൻ നീ മതി. ഇവിടെ കിതാബ് എന്ന് പറഞ്ഞത് പുസ്തകത്തെക്കുറിച്ചല്ല, നീ നിന്നെ വായിക്കുക, നിൻ്റെ കർമ്മങ്ങളെ വായിക്കുക എന്ന അർത്ഥത്തിലാണ്. അപ്പം മരണശേഷവും നീളുന്ന വായനയെക്കുറിച്ചാണ് ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് നമ്മുടെ മതസങ്കല്പങ്ങൾ വെച്ചിട്ട് ഒരു വേദഗ്രന്ഥം ഇഖ്റ എന്ന് പറഞ്ഞ് അവതരിക്കുക എന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ല. വേറെന്തെല്ലാം പറയാനുണ്ട്? അള്ളാഹുവിനെ അറിയുക, അള്ളാഹുവിനെ ആരാധിക്കുക, ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധാരണ മതഗ്രന്ഥം അതിൻ്റെ അവതരണോദ്ഘാടനം നിർവഹിക്കേണ്ടത്. പക്ഷെ വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യനിലേക്ക് തന്നെ തിരിച്ചു വെക്കുന്ന, ശാസ്ത്രത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന വരികൾ കൊണ്ടാണ് ഖുർആൻ്റെ അവതരണോദ്ഘാടനം നിർവഹിക്കുന്നത്. ഇതിൽ നിന്നും എന്താണ് വായന, എത്രത്തോളമാണ് വായനയുടെ പ്രത്യേകത എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ഖുർആനെയാണ് ഇന്ന് യാഥാസ്ഥിതിക സമൂഹം കേവലം ഓതി കൂലി വാങ്ങിക്കാൻ, അതോടൊപ്പം തന്നെ ഉൽപ്പതിഷ്ണുക്കൾ എന്ന് അവകാശപ്പെടുന്നവരും പരിഭാഷയോടുകൂടെ ഓതി കൂലി വാങ്ങിക്കാൻ. അപ്പോൾ രണ്ടും ഓതി പ്രതിഫലം വാങ്ങിക്കുന്ന പരിപാടിയാണ് രണ്ട് സ്ഥലത്തും നടക്കുന്നത്. ഒന്ന് അർത്ഥമറിയാതെ ഓതിയാണ് പ്രതിഫലം വാങ്ങുന്നതെങ്കിൽ, മറ്റത് അർത്ഥത്തോട് ഓതി പ്രതിഫലം വാങ്ങുന്നു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഖുർആനിലേക്ക്, ഖുർആൻ്റെ ആശയങ്ങളിലേക്ക് അവരുടെ വായന, അവരുടെ കാഴ്ച നീളുന്നില്ല എന്നുള്ളതാണ്. വായിക്കാൻ ഒരുപാട് അറിവൊന്നും ആവശ്യമില്ല, മനുഷ്യനായാൽ മതി, മാനവികനായാൽ മതി. ഇതാണ് വായനയ്ക്കുള്ള വായനയുടെ അടിസ്ഥാനമായി നിലകൊള്ളുന്നത്. മറ്റൊരു ജീവിക്കും വായിക്കാൻ കഴിയില്ല, മനുഷ്യന് മാത്രം പ്രത്യേകതയാണ്. ഒരു കടലാസ് കണ്ടാൽ, ഒരു പുസ്തകം കണ്ടാൽ മറ്റു ജീവികൾ അതിലേക്ക് നോക്കും.
പക്ഷെ മനുഷ്യൻ അതിനെ വായിക്കും. അപ്പം മനുഷ്യന് മാത്രം ദൈവം അനുഗ്രഹിച്ചു തന്നിട്ടുള്ള ഒന്നാണ് വായന. അതാണ് അതിൻ്റെ പ്രാധാന്യവും. വായന അവിടെ നിന്നും പുരോഗമിക്കേണ്ടതുണ്ട്. അതാണ് കാണാത്തത് വായിക്കൽ. കണ്ടതിനെ നാം വായിക്കുന്നു, കാണാത്തതിനെ കൂടി വായിക്കാൻ നമുക്ക് കഴിയണം. എഴുതാപ്പുറം വായിക്കൽ എന്ന് പറയും. എഴുതാപ്പുറം വായിക്കൽ എന്ന് സാധാരണ നെഗറ്റീവ് അർത്ഥത്തിൽ പറയാറുണ്ട്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. വരികൾക്കിടയിൽ വായിക്കുക, ഇതൊരു തരം വായനയാണ്. കണ്ണിൻ്റെ മുമ്പിലുള്ളതല്ല, കണ്ണിൻ്റെ പിന്നിലുള്ളതും വായിക്കാൻ നമുക്ക് കഴിയണം. കാണാത്തത് വായിക്കുക, എഴുതാത്തത് വായിക്കുക എന്നുള്ളൊരു വായനയുണ്ട്. അതാണ് വായനയുടെ ഏറ്റവും ആഴത്തിലുള്ള തലം. ആ ഒരു തലത്തിലേക്ക് എത്തുമ്പോഴാണ് മനുഷ്യൻ വിപ്ലവകാരിയായി മാറുന്നത്. അവനിൽ നിന്ന് ലോകം മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നത് അവിടെയാണ്. സ്നേഹവും ആർദ്രതയും കരുണയും അനുതാപവും ഒക്കെ സംഭവിക്കുന്നത് അത്തരം വായനയിലാണ്. അത് കാഴ്ചക്കപ്പുറം കാണലാണ്. നല്ല അയൽക്കാരനെ കുറിച്ച് യേശു പറഞ്ഞൊരു കഥയുണ്ട്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഒരു പുരോഹിതൻ പള്ളിയിലേക്ക് നടന്നു പോവുകയാണ്. വഴിയിലൊരാൾ വീണ് കിടക്കുന്നത് കാണുന്നു. ആ പുരോഹിതൻ ആളെ അടുത്ത് ചെന്ന് നോക്കിയിട്ട് പുരോഹിതൻ മനസ്സിലാക്കുന്നു മദ്യപിച്ച് ലക്ക് കെട്ട് വഴിയിൽ കിടക്കുകയാണ്. പുരോഹിതൻ നേരെ പള്ളിയിലേക്ക് പോകുന്നു, അയാളെ ശ്രദ്ധിക്കാതെ. ഒരു മതഭക്തൻ അതുവഴി വരുന്നു. അയാളെ നോക്കിയിട്ട് ഇത് ഇന്നലെ മോഷണത്തിന് പോയിട്ട് അയാൾ ക്ഷീണിച്ച് കിടന്നുറങ്ങിയാണ്. അങ്ങനെ അയാളും അയാളുടെ മതഭക്തിയുമായി പോകുന്നു. യേശു പറഞ്ഞ കഥയാണിത്. ഒരു കൊള്ളക്കാരൻ ആ വഴി വരുന്നു. അദ്ദേഹവും ഈ മനുഷ്യനെ കാണുന്നു. അദ്ദേഹം മനസ്സിലാക്കി ഇത് വിശന്ന് തളർന്ന് ക്ഷീണിച്ച് കിടന്നുപോയതാണ്. അങ്ങനെ അദ്ദേഹം, ഈ കൊള്ളക്കാരൻ അയാളെ തൊട്ടടുത്ത കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിപ്പിച്ച് അദ്ദേഹത്തെ പരിചരിക്കുന്നു. യേശു പറയുന്നു, ഇതിൽ ആരാണ് നല്ല അയൽക്കാരൻ? മനുഷ്യനെ വായിക്കാനുള്ള ഹൃദയവിശുദ്ധി, അതാണ് വായനയുടെ തലം. അതുപോലെ തന്നെ മൗലാന റൂമിയുടെ ഒരു വിഖ്യാതമായ ആവിഷ്കാരമുണ്ട്. ഒരു മനുഷ്യൻ രാവിലെ വാതിൽ തുറന്നു നോക്കുമ്പോൾ ഒരു പൂവിനെ കാണുന്നു. അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അദ്ദേഹം അതിനെ മൈൻഡ് ചെയ്യുന്നില്ല. അദ്ദേഹം അസ്വസ്ഥനായി അദ്ദേഹത്തിൻ്റെ ജോലിയിൽ വ്യാപൃതനായി കഴിഞ്ഞുകൂടുന്നു. മൗലാന റൂമി ഇത് പറയുന്നത് ആരാണ് മുഅ്മിൻ, ആരാണ് കാഫിർ എന്ന് വിശദീകരിക്കാനാണ്, അതിനെ ആവിഷ്കരിക്കാനാണ്. അഥവാ ആരാണ് വിശ്വാസി, ആരാണ് നിഷേധി എന്നതിനെ ആവിഷ്കരിക്കാനാണ്. അപ്പോൾ ആദ്യത്തെ മനുഷ്യൻ പൂവിനെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നില്ല. അയാൾ അയാളുടെ ജോലിയിൽ വ്യാപൃതനാവുന്നു. രണ്ടാമതൊരു മനുഷ്യൻ വാതിൽ തുറക്കുന്നു, സുന്ദരമായി വിരിഞ്ഞു നിൽക്കുന്ന ആ പൂവിനെ കാണുന്നു, അതിൻ്റെ അടുത്ത് ചെല്ലുന്നു, ആ പൂവിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്നു. എത്ര നല്ല പുഷ്പം എന്ന് പറയുന്നു. ഈ രണ്ട് മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം റൂമി പറയുകയാണ്. ആ പൂവിനെ നോക്കി അതിനെ ആസ്വദിച്ചവൻ മുഅ്മിൻ, അതിനെ ശ്രദ്ധിക്കാതെ പോയവൻ കാഫിർ. നമുക്ക് വേണ്ടി വിരിഞ്ഞു നിൽക്കുന്ന ഒരു പൂവിനെ കാണാൻ കഴിയാത്ത കണ്ണുകൾ നമുക്കെന്തിനാണ്? നമുക്ക് വേണ്ടി പാടുന്ന ഒരു കുയിലിൻ്റെ പാട്ട് കേൾക്കാൻ കഴിയാത്ത കാതുകൾ നമുക്കെന്തിനാണ്? ഇതാണ് പ്രകൃതിയെ വായിക്കൽ. ഖുർആൻ നമുക്കറിയാം, പ്രകൃതി പ്രതിഭാസങ്ങളെ ആയത്തുകൾ എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കാറുള്ളത്. അതുകൊണ്ട് പ്രകൃതിയെ വായിക്കലാണ് ഇസ്ലാം, പ്രകൃതി അനുഭവിക്കലാണ് ഈമാൻ. വായനകൾ ആ ഒരു തലത്തിലേക്ക് വളരേണ്ടതുണ്ട്. വായനയുടെ ഈയൊരു ഗൗരവത്തിലുള്ള തലങ്ങൾ മനസ്സിലാക്കുവാൻ, അതുവഴി വായന വികാസം പ്രാപിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദൻ വആലിഹി വസഹ്ബിഹി വസല്ലം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്.
ഇസ്രായേൽ, ഇറാൻ, ഫലസ്തീൻ മേഖലകളിൽ യുദ്ധം നടക്കുകയാണ്. യുദ്ധങ്ങളെക്കുറിച്ച് നമുക്ക് നിലപാടുകൾ ആവശ്യമാണ്. ഒരു കാലത്തും യുദ്ധം മനുഷ്യന് ഒരു ഗുണവും ചെയ്തിട്ടില്ല. മനുഷ്യന് ദുരിതങ്ങളും മാത്രം സമ്മാനിക്കുന്നതിൻ്റെ പേരാണ് യുദ്ധം. അനാഥരാക്കപ്പെടുന്ന മക്കൾ, വിധവകളാക്കപ്പെടുന്ന സ്ത്രീകൾ, എല്ലാം നഷ്ടപ്പെടുന്ന പുരുഷന്മാർ, നിരാലംബരാക്കപ്പെടുന്ന വൃദ്ധ മാതാപിതാക്കൾ, ഇതൊക്കെയാണ് യുദ്ധത്തിൻ്റെ സംഭാവനകൾ. നൂറ്റാണ്ടുകൾ കൊണ്ട് മനുഷ്യൻ നേടിയെടുത്തത് മണിക്കൂറുകൾ കൊണ്ട് നഷ്ടപ്പെടുത്തുന്നു എന്ന പ്രതിഭാസത്തിൻ്റെ പേരാണ് യുദ്ധം. മനുഷ്യരാശിക്ക് ദുരിതങ്ങളും മാത്രം സമ്മാനിക്കുന്നത്. പലപ്പോഴും യുദ്ധങ്ങളുണ്ടാവുന്നത് വ്യക്തികളുടെ ഈഗോ കൊണ്ടാണ്. ഏതെങ്കിലുമൊക്കെ അധികാര സ്ഥാപനങ്ങളുടെ താല്പര്യങ്ങളും. ഇത് രണ്ടും പരസ്പരം ബന്ധിതമാണ്. ഇത്തരം പ്രശ്നങ്ങളാണ് പലപ്പോഴും യുദ്ധത്തിൻ്റെ അടിയാധാരമായി വർത്തിക്കാറുള്ളത്. ഇത്തരം യുദ്ധങ്ങൾക്ക് വില കൊടുക്കേണ്ടി വരുന്നത് മനുഷ്യരാശി മുഴുവനുമാണ്. വ്യക്തികളുടെ അല്ലെങ്കിൽ അധികാര സ്ഥാപനങ്ങളുടെ ഭ്രാന്തമായ താല്പര്യങ്ങൾക്ക് ഇരയാകേണ്ടി വരുന്നത് മനുഷ്യരാശിയാണ്. യുദ്ധം സമാധാനത്തിന് വേണ്ടിയാണെന്നൊക്കെ ആലങ്കാരികമായി നാം പറയുമെങ്കിലും വസ്തുത അതല്ല. അതിനൊക്കെ ഉണ്ടാവുന്ന മുറിവുകൾ ഉണങ്ങാൻ കാലമേറെ എടുക്കും. ഇന്നത്തെ യുദ്ധങ്ങൾ പണ്ടത്തെ പോലെയല്ല. എവിടെ നടന്നാലും, ഇപ്പോൾ കോഴിക്കോട്ട് ഏതെങ്കിലും ഒരു കുഗ്രാമത്തിൽ താമസിക്കുന്ന വളരെ സാധാരണക്കാരനായ മനുഷ്യന് വരെ ലോകത്തിൻ്റെ മറുതലക്കൽ നടക്കുന്ന യുദ്ധങ്ങളും ബാധിക്കുന്നു. അത് കേവലം നമുക്ക് ആവശ്യമുള്ള അവശ്യ വസ്തുക്കളുടെ വില കൂടുക എന്നുള്ള അർത്ഥത്തിലല്ല. നാം അറിയുന്ന അവരുടെ മുറിവുകൾ നമ്മുടെ മനസ്സിലും മുറിവുണ്ടാക്കുന്നു. ഉണങ്ങാൻ ഏറെ കാലമെടുക്കും. അതുകൊണ്ട് യുദ്ധം ദുരിതങ്ങളും മാത്രം സമ്മാനിക്കുന്നതാണ്. ആരും ആരോടും യുദ്ധം ചെയ്യാതെ എല്ലാം ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെടുന്ന ഒരു ലോകമായിരിക്കണം നമ്മുടെ സ്വപ്നം. ഏതെങ്കിലും ഒരു കക്ഷിക്ക് പ്രഹരമേൽക്കുമ്പോൾ അതിൽ സന്തോഷിക്കുന്ന ആ ഒരു മാനസികാവസ്ഥ മാറണം. ആർക്ക് സംഭവിച്ചാലും എവിടെ സംഭവിച്ചാലും അതിൽ ഒരുപാട് നിരപരാധികൾ പെട്ടുപോകുന്നുണ്ടെന്ന് മാത്രമല്ല, ലോകത്തെ മുഴുവൻ മനുഷ്യരാശിയും അത് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ആരും ആരോടും യുദ്ധം ചെയ്യാത്ത, സമാധാനത്തിലൂടെ കാര്യങ്ങൾ പരിഹരിക്കപ്പെടുന്ന ഒരു ലോകം ക്രമം സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, പ്രതീക്ഷിക്കാം. യുദ്ധത്തിലും മറ്റും പ്രയാസമനുഭവിക്കുന്ന എല്ലാവർക്കും അല്ലാഹു ആശ്വാസം നൽകുമാറാവട്ടെ. അവർക്ക് സംഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് എറണാകുളത്തെ VK അലി സാഹിബ്, 64 വയസ്സാണ് അദ്ദേഹത്തിന്, പെട്ടെന്ന് മരണപ്പെട്ടു. ചെറുപ്പം മുതലേ, വിദ്യാർത്ഥി കാലം മുതലേ ഇസ്ലാമിക പ്രവർത്തകനായിരുന്നു. മരണപ്പെടുമ്പോഴും അദ്ദേഹം ഇസ്ലാമിക പ്രവർത്തനാണ്. അദ്ദേഹം സെക്രട്ടറി ആയിട്ടുള്ള ഗ്രാൻഡ് മസ്ജിദിൽ അസ്ർ നമസ്കാരം ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കൊഴിഞ്ഞ് വീഴുകയായിരുന്നു. ഇന്നലെ വൈകുന്നേരമാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഖബറടക്ക ചടങ്ങുകളിൽ ഞാൻ ഇങ്ങോട്ട് പോകുന്നതുകൊണ്ട് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. അവസാനം വരെ ഇസ്ലാമിക പ്രവർത്തകനായി നിലകൊണ്ടൊരു നല്ല വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് അല്ലാഹു മഗ്ഫിറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ അദ്ദേഹത്തെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമുക്കിടയിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. ശാരീരികമായി, സാമ്പത്തികമായി, കുടുംബപരമായി. അവരുടെ എല്ലാം പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിച്ച് നൽകുമാറാവട്ടെ. കടങ്ങൾ കൊണ്ട്, രോഗങ്ങൾ കൊണ്ടൊക്കെ വലഞ്ഞ ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്കെല്ലാം അല്ലാഹു ആശ്വാസം നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാലിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ.
ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم